ഞാൻ ഈ ആന ചികിത്സാ രംഗത്ത് കടന്നു വരുമ്പോൾ ഞാനൊരു ട്രെയിനായിട്ട് വരുമ്പോൾ ഞാൻ കുന്നംകുളത്ത് ഒരു ട്രെയിനായിട്ട് ഇരിക്കുന്ന കാലമായിരുന്നു. അന്ന് പാറമേക്കാവ് രാജേന്ദ്രൻ എന്ന ആന കൈപ്പറമ്പിൽ വെച്ച് തെറ്റുന്നു. അപ്പോൾ അന്ന് സാധാരണ ഇവരുടെ കൂടെ ഞാൻ എന്ന് ആന അടഞ്ഞാൽ അപ്പോൾ അന്ന് ലാൻഡ് ഫോണിൽ വിളി വരും. അപ്പോൾ പണിക്കർ സാറ് വിളിച്ചു, കുന്നംകുളം ആശുപത്രിക്ക് വിളിച്ചു. അപ്പോൾ അവിടെ കുന്നംകുളം ആശുപത്രിയുടെ തൊട്ട് മുന്നിൽ ഞങ്ങളുടെ സീനിയർ ഓഫീസറുടെ വീട്ടിലേക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ വിളിക്കുമ്പോൾ അപ്പോൾ അവരിവിടെ നിന്ന് ആന അവിടെ തെറ്റിയിട്ടുണ്ട്, എത്രയും വേഗം വരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ പണിക്കർ സാറ് അവിടേക്ക് വിളിച്ചു, ഗിരി ഇങ്ങനെ ആന തെറ്റിയിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് ബസ് കയറി വരുന്ന നേരം കൊണ്ട് പണിക്കർ സാറും പ്രഭാകരൻ സാറും കൂടെ അവിടെ സംഭവ സ്ഥലത്ത് എത്തുന്നു. ആനയെ മയക്കുവെടി വയ്ക്കുന്നു, പാടത്ത് വെച്ചിട്ടാണ് മയക്കുവെടി വയ്ക്കുന്നത്. അത് ഭയങ്കര ഒരു ടെൻഷൻ ഉള്ളൊരു സ്ഥലം. ഒരു ഓപ്പൺ ഏരിയയിൽ മയക്കുവെടി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ചുള്ളിമുള്ളുള്ള സ്ഥലമാണ്. ചുള്ളിമുള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്ത് കാണുന്നതാണ് മുള്ളുകളുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയി പണിക്കർ സാറും പ്രഭാകരൻ സാറ് എപ്പോഴും ഒരു മയക്കുവെടി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2 പേര് പോകും. കാരണം ഒരു തോക്ക് പിടിച്ചൊരാൾ പോവും. വെടി വെച്ച് കഴിഞ്ഞാൽ ആ വെടി വയ്ക്കുന്ന ആൾ തോക്ക് അപ്പം തന്നെ മറ്റാൾക്ക് കൈമാറി അപ്പോൾ മറ്റാളോടും 2 പേരും തിരിച്ചു ഓടും. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. കാരണം എന്ന് വെച്ചാൽ ഒരാൾ തന്നെ തോക്കും വെടിവെച്ചതിന് ശേഷം പിന്നെ ആ തോക്ക് പിടിച്ച് ഓടുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ കൂടെയുള്ള ആൾ പെട്ടെന്ന് തോക്ക് കൈവടിച്ച് റിലേ എന്താ പറയുക ബാറ്റൻ മേടിക്കണ മാതിരി അത് മേടിച്ച് 2 പേരും ഓടുക ചെയ്യുക. അന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭാകരൻ സാറ് വേറെ സൈഡിലേക്ക് പോകുന്നു, പണിക്കർ സാറ് വേറൊരു കുഴിയിൽ പോയി വീഴുന്നു, ആൾക്ക് ചെറിയ ആക്സിഡൻറ്റ് പറ്റുന്നു. പ്രഭാകരൻ സാറിനെ ആന പിന്തുടരുന്നു, ആന കൊമ്പിനടിച്ച് പ്രഭാകരൻ സാറ് വീഴുന്നു. ആ സമയത്താണ് ഞാൻ അവിടെ ബസ് ഇറങ്ങി ഞാൻ ചെല്ലുന്നത്. ആകെ ടെൻഷനിലാണ്. സാറിനടിക്കുന്നു ആന. പക്ഷേ ആ ആദ്യത്തെ മയക്കുവെടിയിൽ തന്നെ വെടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആന പിന്നെ അടിച്ചിട്ട് അങ്ങോട്ട് പോയി ആന മയങ്ങി. അപ്പം ഞാനും പണിക്കർ സാറും പ്രഭാകരൻ സാറിനെ വണ്ടിയിൽ കയറ്റി നേരെ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. പക്ഷേ വരുമ്പോൾ തന്നെ ബ്ലീഡിങ് ആയിട്ട് സാറ് തന്നെ നമ്മുടെ മടിയിൽ കിടന്ന് ആ സമയം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അന്നിങ്ങനെ നമ്മളെങ്ങനെ ഒരു അധ്യാപകൻ ആള് വിരമിക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ, ഒരു 3-4 മാസം കൂടെ ഉള്ളൂ. പക്ഷേ ആള് മുഴുവൻ സമയം ആന ചികിത്സകനല്ല. ആന ഒറ്റയ്ക്ക് പോകാതിരിക്കുമ്പോൾ കൂടെ പോയ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണ് പണിക്കർ സാറിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ ചൂട് നഷ്ടപ്പെടുന്ന ഒരു രംഗം നമ്മളിങ്ങനെ കാണുക. എന്നിട്ട് ആശുപത്രിയിൽ പോയി. പക്ഷേ ആൾ രക്ഷപ്പെട്ടില്ല, മരിച്ചു. അന്നു മുതൽ നമ്മൾ ചിന്തിക്കുന്നതാ എങ്ങനെ നമ്മുടെ പ്രൊഫഷണൽസിനെ രക്ഷിക്കാം. ഒരു ഇൻസിഡൻ്റ് ആണല്ലോ. ആ ഒരു ഫൈറ്റിൽ ഡോക്ടർ ആനയെ മയക്കുവെടി വെച്ച് അപകടം ഉണ്ടാവണം. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, നമുക്കൊരു രക്ഷയില്ല, എങ്ങനെ മയക്കുവെടി വയ്ക്കാം, നമ്മൾ പോകാതെ പറ്റില്ല. ഈ ഇഞ്ചക്ഷൻ തന്നെ പറയണത് നമ്മൾ റിമോട്ടായിട്ട് ചെയ്യുന്ന, നമ്മൾ നേരിട്ട് ചെയ്യാം. ഇഞ്ചക്ഷൻ ചെയ്യാത്ത ആന മയങ്ങിക്കാനായിട്ട് നമ്മൾ തോക്കിലൂടെ അതിൻ്റെ സിറിഞ്ച് അഡാപ്റ്റർ വെച്ചിട്ട് അടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ശരീരത്തിൽ മരുന്ന് കയറ്റുന്നത്. അതാണ് റിമോട്ട് ഇഞ്ചക്ഷനാണ്. പക്ഷെ അത് റിമോട്ടിൽ ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുക. അതിനിടയിലാണ് ഗോപകുമാർ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാനും ഗോപകുമാർ ആനയുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആളുടെ നാട്ടിലേക്ക് പോയി. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർക്ക് പോകുന്നു. തൃശ്ശൂർക്ക് നിന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഗോപനെ ഒരു ആന മയക്കുവെടി വയ്ക്കുമ്പോൾ പിന്നാലെ ചേസ് ചെയ്തപ്പോൾ ആന അമർത്തി ഞെരിച്ചു കൊന്നു. പിന്നെ ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് പോയി കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഒരു പ്രൈവറ്റ് ഇതിലാണ് ആദ്യം കൊണ്ടുവന്നത്, അവിടെ പോയിരുന്നു. അപ്പം അങ്ങനെ ആ സുഹൃത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിതൊരു ജീവിതത്തിൽ ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ. നമ്മൾ മയക്കുവെടി എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ഇൻസിഡൻറ്റിൽ എന്ത് സംഭവിക്കാം. അങ്ങനെ ഇരിക്കലാണ് കർണാടകയിൽ വേറൊരു ഫോറസ്റ്റ് മരിച്ചു, വേറെ ആനയുടെ അറ്റാക്കിൽ. ആ കാട്ടാനയാണ്, ഇത് 2 നാട്ടാനയാണ്. പിന്നെ അതിനുശേഷം ഇതിൻ്റെ വർക്കിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹത്തിനെ മയക്കുവെടി വെച്ചതാണ്. അതുകൊണ്ട് അപ്പുറത്തുള്ള ഫോറസ്റ്റ് മേത്ത് കൊള്ളുന്നു, അയാൾ മരിച്ചു. അപ്പോൾ മയക്കുവെടി ഒരു സംഘർഷത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം അങ്ങനെ ഇരിക്കലാണ് എങ്ങനെ അത് ഒരു അപകടരഹിതമായ ഒരു മയക്കുവെടി നമ്മുടെ മനസ്സിൽ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചു. അങ്ങനെയെങ്കിലാണ് ഓപ്പറേഷൻ സിന്ദൂർ വന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വളരെ രസകരമായിട്ട്, വളരെ സിമ്പിളായിട്ട് രാജ്യത്തിൻ്റെ ശത്രുവിനെ വളരെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഡ്രോൺ വെച്ചിട്ട്. അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സിൽ അതിന് മുന്നേ ഈ അഗ്രികൾച്ചർ ഡ്രോണിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കില്ല, നമ്മുടെ ചിന്തകൾ മാറിപ്പോയി. ഉടനടി അങ്ങനെ ഞങ്ങളൊരു ആനയെ ചികിത്സിച്ച് വരുമ്പോൾ കൈപ്പറമ്പ് വെച്ചിട്ട് തന്നെ ഈ പറഞ്ഞ സാറിൻ്റെ സംഭവം നടന്നതിന് തൊട്ടപ്പുറത്ത് വെച്ചിട്ട് തന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ നോക്കിയാൽ ഒരു ഡ്രോണൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം കണ്ടല്ലോ. അവിടെ നിന്ന് ചോദിച്ചപ്പോൾ അഗ്രികൾച്ചർ ഡ്രോൺ കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഓർഡർ ചെയ്തു, നമ്മൾ ഏറ്റെടുത്തു. അപ്പോൾ അതിന് ചിലവുണ്ട്. അപ്പോൾ നമ്മളത് ബാങ്ക് ലോണൊക്കെ ആക്കി സെറ്റാക്കി എന്നിട്ട് ഡ്രോൺ മേടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഡ്രോൺ കയ്യെ കിട്ടിക്കഴിഞ്ഞാൽ ഡ്രോൺ പൈലറ്റ് ലൈസൻസ് വേണം. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്ത് അവിടെ പൈലറ്റ് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. പാലാ കോളേജിൻ്റെ ഗ്രൗണ്ടിലൊക്കെ പഠിപ്പിക്കുന്നു. നമ്മൾ പോയി അവിടെ അഡ്മിഷൻ എടുത്തു. അവിടെ നിന്ന് പൈലറ്റ് ലൈസൻസ് നമ്മൾ എടുത്തു.
എന്നിട്ട് നമ്മൾ ഇതിൽ റിസർച്ച് ചെയ്തു നമ്മളെങ്ങനെ അപ്പം മയക്കുവെടി 10-750 മയക്കുവെടിയിൽ പങ്കാളിയാവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് ഡ്രോണിലൂടെ ചെയ്യാനായിട്ട് ഡ്രോണിൻ്റെ ഒരു പേലോഡ് ബോക്സ് ഉണ്ട്. അതിൽ നമ്മൾ അതിൻ്റെ സിസ്റ്റം ഉണ്ടാക്കി റിമോട്ടിൽ നമ്മൾ റിയൽ ടൈം ക്യാമറ വെച്ച് ചെയ്യാമെന്നൊക്കെ നമ്മുടെ സുഹൃത്ത് വിനോദുണ്ട്. വിനോദുമായി ചർച്ച ചെയ്ത് ഞങ്ങൾ ലാബ്, ഞങ്ങളുടെ R&D വിങ് ഉണ്ട്, ഞങ്ങൾ അവിടെ ഇരുന്ന് ആലോചിച്ച് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് അത് പല തവണ അത് മാറ്റി ഒരു എന്താ പറയുക, നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന, ഡ്രോണിന് ക്യാരി ചെയ്ത് പോയി ചെയ്ത് വരാൻ പറ്റുന്ന രീതിയിലാക്കണം. അങ്ങനെ അത് കണ്ടുപിടിച്ചിരിക്കലാണ്. പിന്നെ വേറെ എനിക്ക് അസുഖം വന്നു. അപ്പം നമ്മൾ അതങ്ങനെ വെയിറ്റ് ചെയ്തു. പരീക്ഷിക്കാൻ സമയം കിട്ടുന്നില്ല. എന്നും ആ ആനയുടെ അരണ്ടക്കെട്ടായിട്ട് നമ്മൾ അതിൻ്റെ പുറകിലായിരുന്നു. അത് കഴിഞ്ഞ് പരീക്ഷണം നമ്മൾ ഏറ്റെടുത്തു. നമ്മളത് ടെസ്റ്റ് അടിച്ച് നോക്കി, നമ്മൾ ഡമ്മി വെച്ച് നോക്കി. ഒരു പോത്തിനെ നമ്മൾ കുറച്ച് ഡാറ്റ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഡാറ്റ ചെയ്ത് നോക്കി. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല, സിമ്പിളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആനയിൽ നമുക്ക് ചെയ്യാം. ആനയുടെ ശരീരം വലുതാണ്, കുറച്ചും കൂടിയും അതിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് തർക്കമില്ല, എന്തായാലും ചെയ്യാം. പിന്നെ ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഏറ്റവും സ്നേഹം, കാരുണ്യം നമ്മുടെ അടുത്ത് വർഷിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപിയേട്ടൻ. കാരണം ആളുടെ മകളുടെ പേരിൽ ആനയെ നടയിരുത്തിയിട്ടുണ്ട്, ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്. അപ്പം അന്ന് മുതൽ എനിക്ക് അദ്ദേഹമായിട്ട് നല്ലൊരു ആത്മബന്ധമുണ്ട്. അദ്ദേഹം ഇവിടെ MP ആയി വന്നപ്പോൾ ആൾ പറഞ്ഞു, ആനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണേൽ ചെയ്യാട്ടോ ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് ഒരു വിളിയുണ്ട്, ഡോക്ടറെ ആനയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ ആശയം പറഞ്ഞപ്പോൾ ആള് എന്താ പറയുക, അതിൻ്റെ മൊത്തം 9 ലക്ഷം രൂപ ആളതിനെ സ്പോൺസർ ചെയ്തു. അത് അതിനുവേണ്ടി ചിലവ് വന്ന കാശ് ആൾ സ്പോൺസർ ചെയ്തു. കാരണം അതാണ് ആൾക്ക് ആ മൃഗങ്ങളോടുള്ള, അതല്ലെങ്കിൽ ആനകളോടുള്ള സ്നേഹമാണ്. കാരണം ആ മകളുടെ പേരിലൊരു ആന നടയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇഷ്ടമാണ് അത്. അപ്പോൾ ആൾ തന്നെ സ്പോൺസർ ചെയ്തു. എന്നിട്ട് ആൾ പറഞ്ഞു, ഇത് ഞാനല്ല ഇനോഗ്രേറ്റ് ചെയ്യേണ്ടത്, ഇത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വരുന്നുണ്ട്, ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ സാറിനെ കൊണ്ട് അത് അൺവീൽ ചെയ്യിച്ചു. അതാണ് അത് ആനയുടെ കാര്യത്തിന് ഇടപെട്ട അതൊക്കെ വളരെ എന്താ പറയുക, സൗമ്യമായിട്ട് വളരെ സിമ്പിളായിട്ട് നടക്കുമെന്ന് മനസ്സിലായി. കാരണം ഗണപതി വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. ഗണപതി ഉടക്കിയല്ല ഉടക്കും. ഗണപതി ഒന്ന് പ്രസാദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അങ്ങനെയാണ് അദ്ദേഹം അത് ഇനാഗുറേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ എല്ലാം ശരിയാണ്. അപ്പോൾ ഇനി അത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ഒരു ആന അടഞ്ഞാൽ അത് കൊണ്ട് വെടിയേക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആന അടഞ്ഞാൽ ഏത് രീതിയിലായാലും നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചിട്ട് വയ്ക്കും, നേരിട്ട് കയ്യിൽ വയ്ക്കും. ഇപ്പം യന്ത്രത്തോക്ക് കൈ പിടിച്ച് എല്ലാവരും നടക്കണ്ട, അത് എപ്പോഴും യന്ത്രത്തോക്ക് ഉപയോഗിക്കില്ലല്ലോ. അതുണ്ട്, സംഗതി ഉണ്ട് എന്ന് പറയുന്ന കാര്യം. അല്ലാണ്ട് യന്ത്രത്തോക്ക് കൊണ്ട് എല്ലാവരും വെടിവെച്ച് നഞ്ഞച്ച് വെടിവെച്ചിട്ട് പരിശീലിച്ചിട്ടല്ല അത് പിടിച്ച് നടക്കുക. ആളുകൾ ചോദിക്കേണ്ടത് ഇത് ഡ്രോൺ പരീക്ഷണം വിജയിക്കും. ഇപ്പം 10-750 ആന മയക്ക് വെടിവെച്ച് എന്നോട് ചില ആളുകൾ ചോദിക്കുക, നിങ്ങളത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടോയെന്ന്. അപ്പം നമ്മൾ ഇത് ഇത്രയും ചെയ്ത് ശീലമുള്ള ഒരാളാണ് ഇത് ചെയ്യണത്. അപ്പം ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, യേശുദാസ് പാട്ട് പാടുന്നൊക്കെ ചോദിക്കണവർ ചോദിക്കില്ലെന്നൊക്കെ ഞാൻ വെറുതെ പറയും. കാരണം ഒരു രസമല്ലേ, കേൾക്കുമ്പോൾ രസം, കിടന്നോട്ടെ. അപ്പോൾ അവർ അതാണല്ലേ, ശരിയാ. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങോട്ട് ഒരു ശരി, ഞാനത് ഇതായിട്ട് പറഞ്ഞല്ല, ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഇത്രയും അധികം 10-750, അത് എൻ്റെ മാത്രമല്ല, പണിക്കർ സാറ് ഇവരെ കൂടെ നടന്ന് 10-30 വർഷത്തെ ഒരു യാത്രയുണ്ട്. അതിൽ ഞാൻ നേടിയ കാര്യം ഞാനത് വേറൊരു രൂപത്തിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് ഡ്രോണിലൂടെയും ചെയ്യാന്നുള്ളത്. അതിപ്പോൾ ഞാൻ പഠിക്കാൻ ചെന്നപ്പോൾ എന്നെ അവർ കളിയാക്കി. ഞാൻ ഈ മുതുക്കൻ എന്തിനാ ഈ ഡ്രോണൊക്കെ പഠിച്ച്, ഇപ്പോൾ കാർഷിക ലോൺ നമുക്ക് അല്ലെങ്കിൽ തൊഴിലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്യാമറ. ഇപ്പോൾ ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചു പോണ കാലത്ത്, മനോരമയിൽ ഉണ്ണിയേട്ടനെ വിളിച്ചു, ഉണ്ണിയേട്ടാ ഡ്രോൺ പഠിക്കാൻ പോരുന്നുണ്ടോ? അപ്പം എൻ്റെ അടുത്ത ആൾ പറഞ്ഞു, ഞാൻ ഈ വയസ്സാം കാലത്ത് ഇനി അത് പഠിക്കാനില്ല. അപ്പം ഞാൻ പറഞ്ഞു, വേറൊരാൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, മനോരമയിൽ വേറൊരാൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ല, സമയമില്ല. ആൾ ഒഴിഞ്ഞു മാറി. എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ പോയി, ഞാൻ വേറെ കൂട്ടുകാരനെ വിളിച്ചു, കമ്പനിയോ ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്തു തരണ്ടേ, കോട്ടയം വരെ പോകേണ്ടത്, 2 ദിവസം അവിടെ താമസിക്കണം, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു ബോറടിയല്ലേ. അപ്പോൾ അവനെ പറഞ്ഞു, അവൻ സൈക്ലിങ്ങിൻ്റെ ആളാ. നീ പൊക്കോ, ഞാൻ വരാമെന്ന് പറഞ്ഞാൽ അവൻ വന്നില്ല. പിന്നെ ഞാൻ നിവൃത്തിയില്ല. പിന്നെ അപ്പം ഞാൻ ആലോചിച്ചാ, പുതിയ കൂട്ടുകാരെ കിട്ടില്ല അവിടെ പോയി കഴിഞ്ഞാൽ, പഠിക്കാൻ വന്നവരുണ്ടോ. അപ്പോൾ അവർ കൂട്ടുകാരാവാം. ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തർ സംസാരിച്ചപ്പോൾ അവരെന്നെ ഭയങ്കര ഇഷ്ടമായി അവർക്ക്. കാരണം ഞാൻ വ്യത്യസ്തനായ ഒരാളല്ലേ, ആന വെടിവെക്കാൻ ഡ്രോൺ പഠിക്കാൻ വന്നിട്ട് ടീമാട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പം അന്ന് എൻ്റെ വൈഫിന് പെട്ടെന്ന് എന്താ പറയുക, ചെറിയൊരു അസുഖം, പനിയൊക്കെ വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു. എന്നിട്ട് അപ്പം തന്നെ തിരിച്ചു പോയി. അപ്പോൾ ഇത് പഠിക്കും വേണം, അവിടെ അത് ട്രെയിനിങ് ഇപ്പോൾ തന്ന് ഇനി ആ ബാച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ബാച്ചിൽ വരാം. അപ്പോൾ ഞാൻ വരാം, തിരിച്ച് രാത്രി തന്നെ അങ്ങോട്ട് തിരിച്ചു പോയി പാലയ്ക്ക് പോയി ആ ട്രെയിനിങ്, അവിടെ ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ കാറിൻ്റെ ടെസ്റ്റ് പാസ്സാവണ മാതിരിയാണ്, H എടുക്കണ മാതിരി നമ്മൾ അതിൽ വട്ടം വരയ്ക്കണം, അതൊക്കെ പഠിച്ച് ലൈസൻസ് എടുത്തു. എന്നിട്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച് വേണം അത് ഓരോന്ന് ചെയ്യാൻ. അപ്പോൾ എന്നോട് ചോദിക്കും, നാളെ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ കേസ് വരും, ഈ NGOയുടെ കേസ് പറയും, ഡോക്ടർ ഗിരിദാസ് എങ്ങനെയാണ് ഡ്രോൺ ഓടിക്കണമെന്ന് ചോദിക്കും. ഡോക്ടർ ഗിരിദാസ് ആനനെ വെടിക്കാൻ ലൈസൻസ് ഉണ്ട്, പക്ഷേ ഡ്രോണിൻ്റെ ലൈസൻസ് ഇല്ലല്ലോ.
ഇപ്പോൾ എന്താ പറയുക ചില ആളുകൾ വണ്ടി ഓടിച്ചോ ട്രാക്ടർ ഓടിച്ചതിൻ്റെ പേരിൽ ആൾ വരെ പരാതി കൊടുക്കും. എന്താ ആൾക്ക് ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചെന്ന് പറയില്ലേ. അപ്പം അത് മനസ്സിൽ കണ്ടിട്ട് നേരെ പോയി ലൈസൻസ് എടുത്തത്. ഞാൻ തന്നെ ഓടിക്കുന്നില്ല, അത് എനിക്കൊരു ഡ്രോൺ പരിശീലനമുള്ള ഒരു പയ്യനെ ഓടിച്ചെടുത്തി അവനെ കൊണ്ട് ചെയ്യിക്കാമല്ലോ. പക്ഷേ പൊതു മധ്യത്തിൽ ഡോക്ടറാണ് മയക്കുവെടി വയ്ക്കുന്നത്, അദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ടോ? അതാണ് ചോദ്യം. നമ്മുടെ നിയമം അങ്ങനെയാണല്ലോ, ആളുകൾ ഇല്ലാത്തത് ഉണ്ടോ എന്ന് ചോദിച്ച് അത് നമ്മൾ പറയില്ലേ, ആളുകൾക്ക് ഒരു അസഹിഷ്ണുത വരുമല്ലോ, എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് വരും. അവരുടെ ചോദ്യത്തിന് മുന്നിൽ നമ്മൾ താന്നു കൊടുക്കരുത് എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ ലൈസൻസ് ഉണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് ചെയ്യാലോ. അപ്പം ഇത് ഇത്രയും ചെയ്തിട്ട് ഞങ്ങളുടെ വളരെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ, ഇത് നിങ്ങൾ എവിടെയെങ്കിലും ട്രയൽ അടിച്ചിട്ടുണ്ടോ? ആന അടഞ്ഞാലല്ല വെടിവെക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ആനയുടെ ഞാൻ അടയാൻ പറയാൻ പറ്റുമോ? അപ്പം ഇത് ആളുകളുടെ ചിന്തകൾ വേറെയാണ്. പക്ഷെ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കും പലതും ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കുക, അത് അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുക, അതൊരു ജീവിതത്തിലെ ഒരു വിജയമായിട്ട് കരുതണം. ഇനി വരുന്ന തലമുറ അത് പഠിക്കണം. ഒന്നിൽ നമ്മൾ നിർത്തരുത്, വീണ്ടും വീണ്ടും വീണ്ടും. അതായത് റിസർച്ച് എന്ന് പറഞ്ഞാൽ സെർച്ചാണ്, റീസെർച്ചാണ്. അപ്പോൾ അത് എല്ലാവരും ചെയ്യുക. ഞാനും അങ്ങനെ തന്നെയാണ്, എല്ലാം സെർച്ച് ചെയ്ത് റിസർച്ചായിട്ട് റിസർച്ചർ ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.